എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നങ്ങനെ വ്ളോഗൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ അലസമായിട്ടിരിക്കുന്ന ദിവസമായിരുന്നു സൺഡേ. പക്ഷെ പെട്ടെന്നാണ് ചേട്ടൻ വന്നിട്ട് വേഗം ഒരുക്കോ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഡ്രസ്സ് മാറണമെന്ന് ചോദിച്ചപ്പോൾ ഡ്രസ്സൊന്നും വേണ്ട, ഇട്ട് ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ പോകുന്നു, എന്താ പരിപാടി എന്ന് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കമൊന്നും എനിക്കൊരു വ്ളോഗ് പോലെ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ പുഴയിലേക്കാണ് വന്നിട്ടുള്ളത് എന്ന് സത്യമായിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേട്ടയോട് പറയാറുണ്ട്. ചേട്ടയൊക്കെ വൈകുന്നേരം ഇങ്ങനെ വലയിട്ട് മീനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്നെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഈ പ്രാവശ്യം എന്നെ സർപ്രൈസായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇത്ര ഇഷ്ടമായ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂട്യൂബ് പ്രദേശ് ഹോം. ഇപ്പോൾ എടി ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞാണോടി? 6:49 ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ആറ്റിലാണ്. 7 മണിയാകാൻ പോകുന്നു. അവന്മാർ കുളിയൊക്കെ കഴിഞ്ഞു. എന്നോട് നിങ്ങൾ കുളിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് ചേട്ടൻ ചെറിയൊരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ചേട്ടായൊക്കെ കൂടെ വലയിടാൻ പോയേക്കുക. അപ്പോൾ അവർ വലയിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ കയറി പോവായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മീനൊക്കെ പിടിച്ചിട്ടായിരിക്കാം. ബട്ട് ലിറ്റിൽ സ്കെയറി. എനിക്ക് ചെറുതായിട്ടാവുന്നുണ്ട് ഇവിടെയൊക്കെ കണ്ടിട്ട്. എനിക്ക് രാത്രി പുഴയിൽ വരാൻ ഇച്ചിരി ധൈര്യക്കുറവുള്ള ഒരാളാണ്. ഒരാൾ വെള്ളത്തിൽ വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇരുട്ടായതുകൊണ്ട് കാണത്തില്ല. ഞാൻ കാണിച്ചു തരാവേ. രാത്രിയിൽ ചാക്കും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിലെന്താണ്, മീനാണോ ഒന്നും അറിയത്തില്ല. അങ്ങ് മലയിൽ വെട്ടം തെളിഞ്ഞതാണ് നമ്മൾ കാണുന്നത്. അത് ചേലച്ചോട് പോകുന്ന റൂട്ടാണ്. അത് അയ്യോ ഒന്നും കാണത്തില്ലാണ് ഗൈസ്. ഹലോ ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണാമോ? പക്ഷെ ഞാനിവിടെ ഉണ്ട്, കണ്ടോ? മൊത്തം ഇരുട്ടായി കണ്ടോ? ഇതാണ് ഞാൻ. കണ്ടോ മൊത്തം ഇരുണ്ട്. ഇവിടെ പാതിരാത്രിയായി ഗൈസ്. എന്നിട്ട് ഞങ്ങളൊക്കെ എനിക്ക് പേടിയാവുന്നുണ്ട്. ആറ്ററമ്പല്ലേ കോസ്റ്റ് ഉണ്ടെങ്കിലോ. ഓ മൈ ഗോഡ്, കിട്ടിയില്ല. ഓ ഷിറ്റ്. ഞാനും വരട്ടെ വല നോക്കാൻ. മീനാണോ? കിട്ടി എനിക്കും. അങ്ങനെ എടുക്കൂ. പെട്ടെന്ന് അതങ്ങ് പൊക്കിയെടുക്ക്, എന്നാലും ചിലപ്പോൾ കിട്ടിയാലോ. അതിന്റെ ആ മണ്ണ് കൂട്ടി അങ്ങ് വാരി എടുക്കടാ. മറ്റേ അടപ്പ് എടുത്തോട്. ഇനി ഇരുട്ടത്ത് പോയി അങ്ങനെ തപ്പാനാ. പെട്ടെന്ന് അങ്ങ് എടുക്ക്. ഒരു ഫോൺ കൊടുത്തിട്. നോക്കി കാണിച്ച്. മീൻ പോയിട്ട് പിന്നെ മാ പോലും. അയ്യോ അത് പോയി. എന്തിയാ മീൻ? അത് മീനല്ലടാ, കണ്ടില്ലേ? മീനല്ല. അയ്യോ എന്റെ മീൻ. അവർ വലയിട്ടിട്ടുണ്ടായിരുന്നു നമ്മളിരിക്കുന്നതിൻ്റെ അടുത്തുനിന്നും കുറേ ദൂരെയായിരുന്നു കേട്ടോ. ഞാൻ അവരോട് ചെല്ലാം, എന്നോട് കാണിക്കത്തൊക്കെ എങ്ങനെയാണെന്ന് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിള്ളേരെയും കൊണ്ട് അവിടെ പാറ ചാടി രാത്രിയിൽ പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടാ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സങ്കടമായിപ്പോയി. ഇത് ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങാണ്ട് പിടിച്ചു വെച്ചിരുന്ന മീനാണ്. അതെവിടെ നിന്ന് ഞങ്ങളവിടെ നിന്നപ്പോ ഇതങ്ങനെ അനങ്ങിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പയ്യെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു. ഒറ്റ കോരി ഇതിനെ കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട് ഇതിങ്ങനെ. ഞാൻ പോയി എടുത്ത് പൊക്കാം. നോക്കണ്ട. പക്ഷെ ഇതില് ഈ മണ്ണിലാകുമ്പോ തന്നെ വെള്ളം വലിഞ്ഞു പോവില്ലേ? ഇല്ല, ഇത് വെള്ളം തന്നെ കയറി കിടക്കുന്ന വെള്ളം ആണോ? അതിനവിടെ കിടക്കട്ടെ, പിടിച്ചാൽ ചത്തുപോകും. അല്ല അപ്പൊ ഇനി അടുത്തതിനെ എങ്ങനെ പിടിക്കും? അതെ, അതിൻ്റെ അകത്ത് കിടന്നോളൂ. കണ്ടോ, നട്ട പാതിരാത്രിയായി, ഒന്നും കാണത്തില്ല. എന്നിട്ടും ഞങ്ങളെപ്പോഴും ആറ്റി തന്നെയാണ്.
അവർ വലയിൽ മീൻ കയറിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയി. പക്ഷെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോയില്ല. അപ്പം ഞങ്ങളിവിടെ വെള്ളത്തിൽ മീൻ പിടിച്ച് കളിക്കുക. പിള്ളേർ സെറ്റിന് പറഞ്ഞ് കിട്ടുമോ വല്ല മീനുണ്ട്, അനങ്ങാതെ നിൽക്കാൻ അന്നേരം വരുള്ളൂ. അനങ്ങല്ലേ ഇങ്ങോട്ട് കാണിക്കാം. പോവും അപ്പൊ പൊക്കി നീ പോടാ. വേണ്ട പൊന്നെ അവിടെ നിൽക്ക്. നേരെ പിടിക്കും, ഇങ്ങനെ പിടി. നോക്കുമ്പോ കാണണ്ടേന്നൊക്കെ മുമ്പേ അതേപോലെ ആയിരുന്നു. ഉണ്ട് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന അത്യാവശ്യം കുറച്ച് സാധനങ്ങളും അല്ലാതെ ഒന്നുമില്ല. അങ്ങോട്ടൊക്കെ മൊത്തം കുറ്റക്കൂരിയിട്ടാണ്. ഇവിടെ നിന്ന് ഇനി കുറേ അങ്ങ് കയറിപ്പോയാൽ മാത്രമേ വീടുള്ളൂ. ശരിക്കും ഈ ഒരു പേടിയുണ്ട് ഇരുട്ടായതുകൊണ്ട്. പക്ഷേ ആട്ടിട്ടാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ വൈബാണ്. നമ്മൾ ഈ വീട്ടുപണി, വീട്ടു ജോലി, നാളത്തെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ കാമായിട്ടിരിക്കാൻ കുറച്ച് സമയം കിട്ടുന്നത് എത്രമാത്രം റിലീഫാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചേട്ടായി ഇടയ്ക്ക് ഇങ്ങനെ ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം മീൻ പിടിക്കാനൊക്കെ ചേട്ടൻ വരും കേട്ടോ. അന്നേരമൊക്കെ ഞാൻ പറയണം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും പ്ലീസ് 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 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഫൈനലി ഇന്ന് ചേട്ടായി സമ്മതിച്ചു. അങ്ങനെ ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഉടുപ്പ് പിന്നെ നനച്ചല്ലേ? ചെറുതായിട്ട് ഫോൺ നനഞ്ഞോ? ദൈവമേ, വീണ വെള്ളത്തില്. അടിപൊളി. ഇതാണ് എൻ്റെ പുതിയ കൂട്ടുകാരൻ. കാണിക്കും ഇങ്ങോട്ട്. നോക്കട്ടെ എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒരു നൈറ്റ് വൈബ്? ഗല്ലാഴ്ചയിലിങ്ങ് പോന്നാലോ? ഇടുന്നില്ല. ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മറ്റേ സ്പീക്കറും എടുത്തോണ്ട് വന്നു, ഒരു ഫയറും കൂടി ഉണ്ടായിരുന്നു. സെറ്റ് ആയിരുന്നല്ലേ? ഇനി എന്നാ നിങ്ങൾ ശരിയായിരുന്നു, ചെറിയ ഉണ്ടായിരുന്നു. ഇനി ഇരുട്ടത്ത് നമ്മളവിടെ പോയി ഒരെണ്ണം കൊണ്ട് കത്തിച്ചിട്ട് കാര്യം. ഇനി നിങ്ങൾ എന്നാ വരുന്നേ? അതറിയത്തില്ല. ഇനിയിപ്പോ എന്നാണേലും ഈ മാസോടെ കഴിഞ്ഞിട്ട് അടുത്ത മാസം വെക്കേഷൻ അല്ലേ വരുന്നേ. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം വിളിച്ചിട്ട് വാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ എന്നിട്ട് ഇവിടെ നിന്ന് മീനെ പിടിച്ച് കുക്കൊക്കെ ചെയ്തിട്ട് അടിച്ചു വിളിക്കാം. ഡിസംബറിലൊന്നും വന്നായിരുന്നു. ആണോ? അമ്മ ആശുപല്ലേ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നൈറ്റ് പിടിക്കാം. എന്നിട്ട് ഇവിടെ തന്നെ മീനൊക്കെ പിടിച്ച് കുക്കൊക്കെ ചെയ്ത്. അല്ല അപ്പൊ ഇഷ്ടമായോ നൈറ്റ്? ോ വേർപ്പ്. അങ്ങനെ നമ്മുടെ നെറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. വേറെ ഒന്നുമില്ല. ചേട്ടായൊക്കെ വലയെടുക്കാൻ പോയിട്ട് നമ്മളെ കൊണ്ടുപോകാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാനില്ലായിരുന്നു. പിന്നെ മീൻ കിട്ടിയോയെന്ന് ചോദിച്ചാൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചേട്ടായുടെ അളിയൻ സജിമൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നതുകൊണ്ട് അവർക്ക് കൊടുത്തു. അവർ വേറെ പുറത്തുനിന്നും കണ്ട് വന്നതാണ്. അപ്പം പിന്നെ ഞങ്ങൾക്ക് പിന്നെ വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ.